ഹലോ ഗൈസ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ അനീഷേൻ്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അനീഷേൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനീഷേൻ്റെ വീട്ടിലുള്ള എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത് ഞാൻ വന്നതിൻ്റെ രാത്രിയിലത്തെ കലാപരിപാടികളാണ്. നമ്മൾ ചിക്കൻ വരുന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയായിരുന്നു ഫുഡ് വന്നിട്ട്. അന്നും ഇന്ത്യ ന്യൂസിലൻഡ് ക്രിക്കറ്റ് അടയ്ക്കായിരുന്നു കേട്ടോ. നമ്മളെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ക്രിക്കറ്റ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ക്രിക്കറ്റ് കളി കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ മോർണിംഗ് ആണ് കേട്ടോ. മോർണിംഗിലെ പരിപാടി വന്നിട്ട് രാവിലെ തന്നെ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ കുറച്ച് പുരട്ടി പൊരിച്ച് ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ കറിയും അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ രാത്രി തന്നെ കുക്കറിൽ അരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നല്ല ചൂടോടെ അപ്പവും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. നമുക്ക് ചിക്കൻ വെച്ചൊരു ഉപയോഗമുണ്ട്. നമുക്ക് വേറെ എക്സ്ട്രാ കറികൾ കാര്യങ്ങളൊന്നും വെക്കേണ്ട. ഉച്ചയ്ക്കത്തേക്കും നമുക്ക് ചിക്കൻ കറി ഉപയോഗിക്കാം. അപ്പോൾ എൻ്റേതായ രീതിക്ക് ഞാൻ ചിക്കൻ കറി വയ്ക്കാൻ കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ആ ടൈം കൊണ്ട് ഞാൻ നല്ല ചൂടോടെ അപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചൂടോടെ നല്ല മുരിച്ച അപ്പം ചുട്ട് കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് വന്നിട്ട്. അപ്പത്തിൻ്റെ മാവ് എൻ്റെ അമ്മ എനിക്ക് ആട്ടി തന്നയച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് അപ്പവും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡും എടുത്തുകൊണ്ട് നേരെ ഹാളിൽ പോകും കേട്ടോ. ഇതെൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇതിലിങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ച് ഞാൻ കുടിക്കും. ഇങ്ങനെ ബോട്ടിൽ കുടിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കാൻ തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് രാവിലെ പിന്നെ എൻ്റെ മെഡിസിനും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ അമ്മൂമ്മ എനിക്കിങ്ങനെ പായസം ക്ഷേത്രത്തിലെ പൊങ്കാലയിട്ട പായസവും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതും കുടിച്ച് അരവിന്ദൻ്റെ അതിഥികൾ സിനിമ അടയ്ക്കാൻ കേട്ടോ. എനിക്ക് സിനിമ ഒത്തിരി ഇഷ്ടമാണ്. ഞാനിത് ഫസ്റ്റ് തിയേറ്ററിൽ പോയാണ് കണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന് ഇപ്പോൾ ഒരു ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് വന്നിട്ട് ചോറും ചിക്കൻ കറിയും. മെഡിസിനൊക്കെ കഴിക്കാനുള്ളത് കഴിച്ചതിന് ശേഷം ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്മൂമ്മ ഗൾഫിൽ പോയപ്പോൾ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഷുഗർ ക്രേവിങ്സ് തോന്നിയുകൊണ്ട് ഞാനൊരു ചെറിയ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5:45 കഴിഞ്ഞപ്പോൾ നമ്മൾ വിളക്ക് എത്തിച്ചു. കാരണം ഈ ടൈമിൽ അനീഷേൻ്റെ റിലേറ്റീവ് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയൊക്കെ ഇങ്ങനെ നിലവിളക്ക് കത്തിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനീഷേൻ്റെ വീട്ടിൽ വെച്ച് എനിക്കിങ്ങനെ 5 പലഹാരവും തന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ വെച്ചാണ് ചടങ്ങ് നടത്തിയത്. ആ ഒരു 5 മാസ ചടങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കണേ. ഞാനിവിടെ ഐക്കാട്ടി കൊടുത്തേക്കാവേ. അപ്പോൾ ആൻറ്റി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു ആൻറ്റി ഇവിടെ വെച്ച് പലഹാരം തരാമെന്ന് പറഞ്ഞ് ആൻറ്റി കൊണ്ടുവന്ന പലഹാരം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻറ്റി ഒരു ക്ഷേത്രത്തിൽ പോയി പൊങ്കാലയൊക്കെ ഇട്ട പ്രസാദവും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നൈറ്റാണ് കേട്ടോ. നൈറ്റിൽ ഞാൻ ചോറ് കഴിക്കാൻ നിന്നില്ല. ഞാൻ നല്ല അപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ എടുത്തത്. എനിക്ക് അപ്പവും ചിക്കൻ കറി ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറച്ച് പേരൊക്കെ ഇതുപോലെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനീഷേട്ടൻ ചോറ് കൊടുത്ത് അന്ന് നമ്മൾ TV എന്തോ സിനിമ അടയ്ക്കായിരുന്നു കേട്ടോ. അങ്ങനെ സിനിമയൊക്കെ കണ്ട് പിന്നെ അനീഷേട്ടന് ഉച്ചയ്ക്ക് കിട്ടിയ പായസവും ആൻറ്റി കൊണ്ടുവന്ന പായസവും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേ 3ലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ട് അനീഷേൻ്റെ ഓഫീസുള്ള ഡേ ആണ്. അനീഷേൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും പിന്നെ തലേ ദിവസം നമ്മൾ വെച്ച ചിക്കനും ഉണ്ടായിരുന്നു. ചിക്കനും ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ചൂടോടെ അപ്പവും ചിക്കൻ കറിയും കൂടിയാണ്. ഇങ്ങനെ വാഴയിലേക്ക് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. പിന്നെ ചോറും ഇന്ന് ഞാൻ കെട്ടുന്നുണ്ട്. കാരണം നമ്മൾ തലേ ദിവസം ഇങ്ങനെ കുക്കറിലിട്ട് വെക്കുന്നതുകൊണ്ട് നമുക്ക് രാവിലെ എളുപ്പമായിരിക്കും. പിന്നെ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വേറെ കറിയും കാര്യങ്ങളും വേണ്ട. ചെറുതായിട്ടൊരു സലാഡും കൂടെ സൈഡിൽ വെച്ച് കൊടുത്താൽ, തൈര് വെച്ചുള്ള സലാഡ് വെച്ച് കൊടുത്താൽ ഉച്ചയ്ക്കത്തെ ഫുഡും കുശാലാണ്. അങ്ങനെ അനീഷനുള്ള കാപ്പിയെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ അനീഷനുള്ള ചായയും കൂടെ കൊടുത്തതിന് ശേഷം പിന്നെ അങ്ങനെ ചോറും കറിയും കൂടെ ഇനി എടുക്കാറുണ്ട്. തലേ ദിവസത്തെ ചിക്കനും കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് പൊടികളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആറാൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വച്ചിട്ടുണ്ട്. അങ്ങനെ അനീഷേട്ട് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പുറത്തെ അമ്മൂമ്മയ്ക്ക് ഇങ്ങനെ ചീര കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അമ്മൂമ്മ എനിക്ക് കുറച്ച് ചീര തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 11 മണിയായപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറച്ച് സ്നാക്സൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കുള്ളത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഇതിപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇന്നങ്ങ് എൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പം ചേട്ടനും അനിയനുള്ള ഫുഡൊക്കെ റെഡിയാക്കി വയ്ക്കുകയാണ് കേട്ടോ. എനിക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ അങ്ങ് ശ്രീശൈലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, എൻ്റെ ഒരു കുട്ടി അനീഷേൻ്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ ഈ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.